നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ബാലൻ ഡ്യൂർ എനിക്ക് അർഹതപ്പെട്ടതായിരുന്നു. തീർച്ചയായിട്ടും ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇൻഡിവിജ്വൽ അവാർഡുകൾ നമ്മൾ കൊടുക്കുമ്പോൾ കളക്റ്റീവ് ട്രോഫീസിൻ്റെ കാര്യം എടുക്കേണ്ടതില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനി അതല്ല നിങ്ങൾ ഈ കളക്റ്റീവ് ആയിട്ടുള്ള ട്രോഫികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ശരിയാണ്, അത് ഡംബലേക്ക് ഡിസർവ് ചെയ്തതാണ്. പറയുന്നത് റാഫിജയാണ്. റാഫിജയ്ക്ക് ആ ബാലൻ ഡ്യൂർ കിട്ടാത്തതിലുള്ള സങ്കടം അദ്ദേഹം പലവട്ടം പറഞ്ഞതാണ്. ഇനി ബാലൻ ഡ്യൂർ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ടോപ്പ് 3 പോലും അദ്ദേഹം ഉണ്ടായില്ല. അതാണ് അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചത്. അദ്ദേഹം ഇപ്പോഴും അതൊക്കെ തന്നെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ബാലൻ ഡ്യൂർ അർഹിച്ചിരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻഡിവിജ്വൽ ട്രോഫീസ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കളക്റ്റീവ് റിസൾട്ട്സിൻ്റെ ബേസിലാവരുത്. പക്ഷെ ഇനി അതാണെങ്കിൽ ശരി, അങ്ങനെയെങ്കിൽ പിന്നെ അത് ഡംബലേക്ക് അർഹതപ്പെട്ടതാണ്. ഇനി ബാലൻ ഡ്യൂർ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ ആ റാങ്കിങ് വന്നപ്പോൾ ഞാൻ വളരെയധികം സങ്കടത്തിലായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഞാൻ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ അർഹിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് അമംഗ് ദി ടോപ്പ് 3 ഞാൻ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. പിന്നെ എനിക്കറിയാം, ഇനി നമ്മൾ കിരീടങ്ങൾ ചൂടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചാമ്പ്യൻസ് ലീഗിന് വലിയ ഇൻഫ്ലുവൻസ് ഈ അവാർഡിലുണ്ട്. എനിക്ക് ബാലൻ ഡ്യൂർ കിട്ടാനുള്ള സാധ്യത കഴിഞ്ഞ തവണ ഈ ഒരു കിരീടങ്ങൾ കൂടി നോക്കുമ്പോൾ കുറവായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ബാലൻ ഡ്യൂർ കിട്ടിയില്ല എന്നാൽ റാങ്കിങ്ങിലെങ്കിലും ഞാൻ മുന്നിലുണ്ടാവുമെന്ന് കരുതി. അതും ഉണ്ടായില്ല. ദാറ്റ്സ് വൈ മൈ റാങ്കിങ് ഡിസപ്പോയിൻറ്റഡ് മീ എന്നാണിപ്പോൾ റാഫീഞ്ഞ തുറന്നു പറഞ്ഞത്. വല്ലാത്ത സങ്കടം ആൾക്കുണ്ട് എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ വർഷത്തെ പെർഫോമൻസ് വെച്ച് എന്തുണ്ടാവും കാത്തിരുന്ന് കാണണം. ഇനിയിപ്പോൾ വേൾഡ് കപ്പൊക്കെയുള്ള വർഷമാണ്. വേൾഡ് കപ്പിലൊരു മിന്നും പ്രകടനം നടത്തി ബാലൻ ഡ്യൂർ റാഫീഞ്ഞ കൊണ്ടുപോകുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.